ശ്രീ റെജു ലൂക്കോസ് ഒരു നിമിഷം അങ്ങ് തുടരണം. ഇപ്പോൾ ഡോക്ടർ IMAയുടെ പ്രതിനിധിയായിട്ടുള്ള ഡോക്ടർ ഹനീഷ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുകയാണ്. ശ്രീ ഡോക്ടർ ഹനീഷ്, ഈ ഒരു വിഷയം അടിക്കടി ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാവുന്നു. ഇന്നിപ്പോൾ ഡോക്ടർ അശോക് തന്നെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സഹായത്തിനെത്തിയത് IMAയുടെ ഭാരവാഹികൾ മാത്രമാണ്. ഒരു തരത്തിലും മറ്റു തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. പോലീസുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അദ്ദേഹത്തിന് സഹായകരമാകുന്ന ഒരു രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായില്ല എന്ന് അദ്ദേഹം വിമർശന ബുദ്ധിയോടുകൂടി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന എന്തൊക്കെ വിഷയങ്ങൾ, ഈ ഒരു വിഷയത്തോട് നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? നമസ്കാരം. വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് കോഴിക്കോട് ഉണ്ടായത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലുള്ള ഡോക്ടർമാരെല്ലാവരും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോ ഒരു ആശുപത്രിയിൽ കയറിയ ഒരു ഡോക്ടറെ, വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറെ ആക്രമിച്ചു, മുഖം ഇടിച്ച് തകർത്തു, അദ്ദേഹത്തിന് ICUയിൽ കിടത്തി ചികിത്സിക്കേണ്ടി വന്നു. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അതിലൊരു പ്രശ്നവുമില്ല, അവരുടെ ഒരു പ്രസ്താവനയും നമ്മൾ കണ്ടില്ല. ഇവിടുത്തെ സാധാരണ എന്ത് ചെറിയ കാര്യത്തിനും പ്രസ്താവന വെക്കുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റിനെയും ഈ പ്രശ്നത്തിൽ പ്രതികരിക്കാൻ കണ്ടില്ല. യൂട്യൂബിലൊക്കെ ചില വാർത്തകളുടെ ലിങ്കുകളിൽ ഡോക്ടർമാരല്ലേ തല്ല് കിട്ടട്ടെ എന്ന രീതിയിൽ വളരെ മ്ലേച്ഛമായ രീതിയിലുള്ള കമന്റുകൾ കാണുന്നു. മാസം കുറഞ്ഞത് 5 സംഭവമെങ്കിലും ഇപ്പൊ കേരളത്തിൽ ഇത്തരത്തിൽ നടക്കുന്നുണ്ട്. ഞാൻ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധ കഴിഞ്ഞ കുറച്ച് നാളുണ്ടായ സംഭവങ്ങളെയും മറ്റു വാർത്തകളുടെ ഹൈലൈറ്റിലേക്കാണ് ഇപ്പോൾ ക്ഷണിക്കുന്നത്. ഒന്ന്, മെഡിക്കൽ കോളേജ് കളമശ്ശേരി തിരുവനന്തപുരത്ത് ഒരു ഡോക്ടറെ വയറ്റിൽ ചവിട്ടി. അടുത്തൊരു വാർത്ത സൈനികൻ ഡോക്ടറെ കയ്യേറ്റം ചെയ്തു എന്നുള്ളതാണ്. വേറൊരു വാർത്ത പോലീസ് കയ്യേറ്റം ചെയ്തു എന്നുള്ളതാണ്. ഇനി മറ്റു ചില വാർത്തകൾ ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഡോക്ടറെ തല്ലുക, എന്നിട്ട് ഡോക്ടർക്കെതിരെ സ്ത്രീ പീഡനം ആരോപിക്കുക. എറണാകുളത്തുണ്ടായ ഒരു കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. അടുത്ത വാർത്ത വളരെ രസകരമാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കൊല്ലത്ത് ഡോക്ടറെ ആക്രമിച്ചു എന്നുള്ളതാണ് അടുത്ത വാർത്ത. ഇനി ഡോക്ടർമാർ സർവ്വരോഗ സംഹാരികളൊന്നുമാണെന്ന് ഇപ്പൊ ഒരാളും അവകാശപ്പെടുന്നില്ല. ആർക്കും കുതിര കയറാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ചെരിഞ്ഞു കിടക്കുന്ന മരങ്ങളുമല്ല. മറ്റൊരു വാർത്ത ഏറ്റവും രസമായത്, പെണ്ണായതുകൊണ്ടാണ് വെറുതെ വിടുന്നത്, അല്ലെങ്കിൽ ചുമരിൽ നിന്ന് വടിച്ചെടുക്കേണ്ടി വന്നേനെ എന്നാണ് ഒരു ഡോക്ടറോട്, ഡ്യൂട്ടിയിലുള്ള ഡോക്ടറോട് ഡോക്ടർ തല്ലിയതിനു ശേഷം ഒരു രോഗി പറയുന്നത്. ഒരു ഡോക്ടർ ഇതെല്ലാത്തിനും ശേഷം അവരുടെ മാനസികമായ ട്രോമ, അതുകൊണ്ട് അവർ പറയുന്നത് എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ടു വർക്ക് ആസ് എ ഡോക്ടർ, എനിക്ക് ഡോക്ടറായിട്ട് ജോലി ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ പൊതുസമൂഹം ഡോക്ടർമാരെ കൊണ്ട് എത്തിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ പത്തറ്റിക്കാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആർക്കുമില്ല. പൊതുസമൂഹം, അതായത് ഒരു ജനറൽ ട്രെൻഡ് ഉണ്ട്, വലിയ വണ്ടി ചെറിയ വണ്ടിയിൽ ഇടിച്ചാലും ചെറിയ വണ്ടി വലിയ വണ്ടിയിൽ ഇടിച്ചാലും കുറ്റം വലിയ വണ്ടിക്കാരന്റെ ആണെന്നൊരു ജനറൽ കൺസെപ്ഷൻ ഉണ്ട്. അതുപോലെ ഇപ്പൊ എന്ത് സംഭവിച്ചാലും കുറ്റം മുഴുവൻ ഡോക്ടർമാർക്കാണെന്ന രീതിയിൽ പരമ്പരാഗതമായി, അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുസമൂഹം മൊത്തത്തിൽ ആ രീതിയിലൊരു ധാരണ വെച്ച് പുലർത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ സാധിക്കില്ല. ഞങ്ങളും കുടുംബമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പൊതുസമൂഹം ഉണരണം. ഞങ്ങളെ ശത്രുതാപരമായി കാണുന്ന ഒരു നിലപാടിൽ നിന്ന് മാറണം. ആശുപത്രി പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ടിനെ ഇപ്പോഴുള്ള ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ, ഇനി ഇത് കൂടാതെ സൈബർ ബുള്ളിയിങ് ഒരു വലിയ പ്രശ്നമാണ്. കാര്യം ഏത് ഡോക്ടർക്കെതിരെയും ആർക്കും ഇന്ന് സോഷ്യൽ മീഡിയയിൽ എന്ത് വിളിച്ചു പറയാവുന്ന രീതിയാണ്. അപ്പോൾ ആ രീതിയിൽ സൈബർ ബുള്ളിങ്ങിനെതിരെ, അതുപോലെ തന്നെ ആശുപത്രി പ്രൊട്ടക്ഷൻ ആക്ടിൽ പുതിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആശുപത്രി ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാവുന്ന രീതിയിലേക്ക് അത് കൊണ്ടുവരണം. അടുത്ത ഒരു നാടകം കാണുന്നത്, സാധാരണ ഒരു ഡോക്ടറെ ആക്രമിച്ചു, ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് മനഃപൂർവ്വം വൈകിപ്പിക്കും. അറസ്റ്റ് മനഃപൂർവ്വം വൈകിപ്പിച്ചിട്ട് ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുന്ന രീതിയിൽ ഇവിടെ കാര്യങ്ങൾ പോവുകയാണ്. ഹൈക്കോടതി കൃത്യമായ നിരീക്ഷണങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സമ്മതിച്ചു കൊടുത്തുകൂടാന്ന് പല തവണ പറഞ്ഞിട്ടും ഇതാണ് കേരളത്തിൽ പൊതുവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ തികഞ്ഞ നിരാശയാണ്. ഇത് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടുള്ളതല്ല. ഒരു സാധാരണക്കാരനെ പോലെ തന്നെ മറ്റൊരു സാധാരണക്കാരനാണ് ഒരു ഡോക്ടറും. ഈ ഒരു പരിഗണന ഞങ്ങൾക്ക് ഇന്ന് സമൂഹത്തിൽ കിട്ടുന്നില്ല എന്ന് വളരെ ഖേദപൂർവ്വം പറയേണ്ടി വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അങ്ങിപ്പോൾ അക്കമിട്ട് കുറേ സംഭവങ്ങൾ നിരത്തിയിട്ടുണ്ട്. ആ വിഷയങ്ങളിലെല്ലാം തന്നെ കൃത്യമായ രീതിയിലുള്ള ഈ ഒരു ശിക്ഷാ നടപടിയിലേക്ക് കടക്കുന്നതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതാണോ തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാനായിട്ടുള്ള ഒരു പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്? സർ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് സർ. ഇതിൽ സൈനികനെ ആക്രമിക്കാം, പോലീസുകാരനെ ആക്രമിക്കാം, ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കാം, ആർക്കും ആക്രമിക്കാവുന്ന രീതിയിലേക്ക് പൊതുബോധം രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും അപകടം പിടിച്ച അവസ്ഥ. എന്നിട്ട് ഇത്തരത്തിലുള്ള പൊതുബോധം രൂപപ്പെട്ടു വരുന്നുവെന്ന് ഞങ്ങൾ എല്ലാവരോടും, കേരളത്തിലെ എല്ലാ MLA മാരോടും MP മാരോടും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോടും നടന്നു പറയുന്നു. ഇവിടെ പോളിസി ഡിസിഷൻ എടുക്കുന്നവരവരാണ്. ഇവിടുത്തെ എല്ലാ ബുദ്ധിജീവികളോടും പറയുന്നു. ഞങ്ങളെ കാണാൻ വരുന്ന രോഗികളോട് ഞങ്ങൾ പറയുന്നു, ഇതൊരു വലിയ പ്രശ്നമാണ്, ഇതിങ്ങനെയല്ല ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞിട്ട് പോലും
ഒന്നും സംഭവിക്കുന്നില്ല. അത് വളരെ നിരാശാജനകമാണ്. ഇത് നോക്കൂ, ഞങ്ങളും ഈ പറഞ്ഞ മാതിരി അടിക്കുത്തരം മുറിപ്പത്തൽ എന്ന രീതിയിലാണ് ഞങ്ങളും കാര്യങ്ങളെ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രാക്ടീസിന്റെ രീതിയിൽ ഒരു ചെറിയ തലവേദന വരുമ്പോൾ തന്നെ അവിടെ പോയി CT സ്കാൻ എടുത്തേക്ക്, അല്ലെങ്കിൽ പോയി അങ്ങനെ ചെയ്തേക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് ഡോക്ടർമാർ അവരുടെ പ്രാക്ടീസിങ് ഒരു ഡിഫൻസീവ് മോഡിലേക്ക് മാറ്റിയാൽ എന്ത് സംഭവിക്കും? ഇനി ഏറ്റവും അത്ഭുതകരമായ കാര്യം, ഇതൊന്നും ആയുർവേദ ഡോക്ടർമാർക്കും ഹോമിയോ ഡോക്ടർമാർക്കും പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്കൊന്നും അടി കിട്ടുന്നുമില്ല. ഇവിടെ ഒരു പൊതുവിലൊരു അച്യുതമുണ്ട്. അതായത് മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ഏതോ ഒരു വലിയ കോക്കസിന്റെ ഭാഗമാണെന്നും കൊള്ളരുതാത്തവന്മാരാണെന്നും ഈ വാക്സിൻ വിരുദ്ധത ഇത്തരത്തിലുള്ള വിറ്റുപോകാവുന്ന പൊതുജനങ്ങളുടെ തലയിലേക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ഫോൾസ് ഇൻഫർമേഷൻസ് അടിച്ചു കയറ്റിയിട്ട് അവരെയൊക്കെ ഈ മോഡേൺ മെഡിസിൻ എതിരായിട്ട് തിരിക്കുന്ന ഒരു വലിയൊരു ആക്ട് ഇവിടെ ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിലൊക്കെ പ്രകടമായും തീരുമാനങ്ങൾ എടുക്കേണ്ടത്, അത് നടപ്പിലാക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ അൺഈക്വലായിട്ട് പറയണം, ഇത് നടക്കുന്ന കാര്യമല്ല, ഡോക്ടർമാരെ ആക്രമിക്കുന്നത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് ശക്തമായ നിലപാടും അതിനനുസരിച്ചുള്ള നടപടികളും വന്നാൽ തന്നെ ഇതിലെ 90% പ്രശ്നങ്ങളും തീരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ.